3 വയസ്സുകാരിയെ ആറ്റിലെറിഞ്ഞ അമ്മ കൊന്ന സംഭവം കേരളത്തെ ഞടുക്കിയ സംഭവമാണ്. ഇപ്പൊ പുതിയ വാർത്ത വരുന്നു. ആ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞപ്പോൾ ആ 3-3.5 വയസ്സുകാരിയെ ആരോ പീഡിപ്പിച്ചിരിക്കുന്നു. അതോടുകൂടി അന്വേഷണ സംഘത്തിന് വേവലാതിയായി. കാരണം പ്രതിയെ അമ്മയെ കോടതി കൊടുക്കാനായിട്ട് അവർ തുടങ്ങുകയായിരുന്നു. ഈ സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ 3.5 വയസ്സുകാരിയെ ആരോ പീഡിപ്പിച്ചിരിക്കുന്നു. അതിനുള്ള തെളിവുകൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടു. ഉടൻ തന്നെ ഡോക്ടറെ പോയി ക്വസ്റ്റ്യൻ ചെയ്തു. ചെങ്ങമനാട് പോലീസ്, അവിടുത്തെ റൂറൽ SP, അവിടുത്തെ DYSPമാർ. കാരണം പ്രതിയെ കോടതിയിലോട്ട് കൊടുക്കുകയാണ്. ഏതായാലും പെട്ടെന്ന് തന്നെ അവര് പ്രതിയെ വീണ്ടും കോടതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചോദ്യം ചെയ്തു, ഈ പുതിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ. കാരണം അമ്മ എന്തുകൊണ്ടാണ് കുട്ടിയെ കൊന്നു കളഞ്ഞത്? അതിന് ചില കാരണങ്ങൾ ഇപ്പം പതുക്കെ പതുക്കെ പൊന്തി വരുന്നു എന്ന് തോന്നുന്നു. അവരുടെ അമ്മ അല്ലെങ്കിൽ സന്ധ്യ ആ കുട്ടിയെ കാര്യമായിട്ടൊന്നും നോക്കാറില്ലായിരുന്നു. അത് പിതാവിൻ്റെ വീട്ടിൽ സുഭാഷിൻ്റെ സംരക്ഷണയിലായിരുന്നു. സുഭാഷ് എല്ലാ ദിവസവും പണിക്ക് പോകും. അതുകൊണ്ട് കുട്ടി വീട്ടിൽ ഒറ്റപ്പെട്ട് തന്നെയായിരുന്നു. കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരന്മാരും അതിനടുത്ത് താമസിക്കുന്ന ബന്ധുക്കളും ഒക്കെ അവരുടെ വീടുകളൊക്കെയാണ് കുട്ടി കഴിഞ്ഞു കൂടുന്നത്. അമ്മ വല്ലപ്പോഴേ ഭർത്താവിൻ്റെ വീട്ടിലെത്തുള്ളൂ. ഇതൊരു നെഗ്ലക്റ്റഡ് ആയ ചൈൽഡ് അല്ലേ എന്ന് സംശയിക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താവ് രാവിലെ അല്ലെങ്കിൽ പിതാവ് ജോലിക്ക് പോകും, രാത്രി വരും, അദ്ദേഹം ക്ഷീണിച്ച് കിടന്നുറങ്ങും. കുട്ടിയുടെ കാര്യം ആരും നോക്കുന്നില്ല. അമ്മ കുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിലാക്കിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകും. ഈ കുട്ടിയെ ഭർത്താവിൻ്റെ അനിയൻ ഒരാൾ പീഡിപ്പിച്ചെന്നാണ് ഇപ്പം വാർത്ത വരുന്നത്. അത് പോക്സോ കേസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. മൈനറാണ്. ബാലനീതി വകുപ്പും വരും. പോലീസ് പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റു. അവരെ കൺഫ്രണ്ട് ചെയ്തു അമ്മയെ വീണ്ടും. അമ്മയുടെ ഇന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ആ കുട്ടിയുടെ പിതാവ് സുഭാഷിൻ്റെ 3 സഹോദരന്മാരെയും അവരെ ചില ബന്ധുക്കളെയും 5-8 പേരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചോദ്യം ചെയ്തു. മൊഴിയിൽ പല കോൺട്രഡിക്ഷൻ ഉണ്ടായി. ഇപ്പോഴ് പ്രതിയുടെ ഭർത്താവിൻ്റെ ഒരു സഹോദരൻ, അയാളാണ് കൊച്ചിനെ പീഡിപ്പിച്ചത്. 3-3.5 വയസ്സേ ഉള്ളൂ കൊച്ചിന്. എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത്? അത് തീർച്ചയായിട്ടും ആ പീഡനത്തിൻ്റെ മാർക്കുകളെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ആ കുട്ടി അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പറയും. കൊച്ചുങ്ങളാണ്, അതിന് ഒരു കാര്യങ്ങളും അറിയില്ല. അത് തൻ്റെ പ്രൈവറ്റ് ഏരിയയിലെ വേദന അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായും അമ്മയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ആരാണ് കുട്ടിയെ ഏറ്റവും കൂടുതൽ താലോലിക്കുന്നത്? ആ കുട്ടി ആരുടെ സംരക്ഷണയിൽ ആ വീട്ടിൽ ചെന്നാൽ എപ്പോഴും കഴിയുന്നത്? കുട്ടിയുടെ ഒപ്പം കളിക്കുന്നത് ആര്? അത് അവർക്ക് അതിൻ്റെ ഒരു ലീഡ് കൊടുക്കാൻ പറ്റി പോലീസിന് എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ അവരെ ആ വീട്ടുകാരെല്ലാം പോലീസ് പെട്ടെന്ന് ചോദ്യം ചെയ്തു. സുഭാഷിൻ്റെ ഒരു സഹോദരനാണ് ഈ കൊച്ചിനെ പീഡിപ്പിച്ചതെന്ന് ഇപ്പം മനസ്സിലായി. അയാളെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തു. കുട്ടിയെ കൊന്നത് അത് മൂഴിക്കുളം പാലത്തിൻ്റെ അടുത്തായതുകൊണ്ട് അത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഇവർ താമസിക്കുന്നത്. പക്ഷേ ഈ പിതാവും അല്ലെങ്കിൽ കുട്ടിയുടെ പിതാവും സഹോദരങ്ങളും താമസിക്കുന്നത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസ് വീണ്ടും ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. അത് വേറൊരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് സുഭാഷ് താമസിക്കുന്നത്. അതേസമയത്ത് കൊച്ചിൻ്റെ അമ്മയും അവരും താമസിച്ച ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. ആ അതിർത്തി വെച്ചാണ് കൊച്ചിനെ കൊന്നത്. അപ്പോൾ മർഡർ കേസുകൾ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ അന്വേഷിക്കും. കുട്ടിയെ പീഡിപ്പിച്ച ഭർത്താവിൻ്റെ അല്ലെങ്കിൽ സുഭാഷിൻ്റെ വീടിൻ്റെ അവിടെ വെച്ചാണ്. അതുകൊണ്ട് അത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് പോക്സോ കേസും ബാലനീതി കേസും ഉള്ള വകുപ്പുകൾ ചേർത്ത് ആ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. ആ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കുഞ്ഞു കൊച്ചിനെ 3-3.5 വയസ്സുള്ള കൊച്ചിനെ അമ്മ നിഷ്കരണം, ആ ഒരു ദയയുമില്ലാതെ പാലത്തിൽ നിറഞ്ഞു കൊന്നത് നമുക്ക് മനസ്സിലായി.
അത് ഭർത്താവിനുള്ള വാശിയും വൈരാഗ്യവും കൊണ്ടാണെന്നൊക്കെ ചില നിഗമനം. അത് തന്നെയല്ല, അവർക്ക് മാനസിക ആരോഗ്യക്കുറവുണ്ട് എന്നും ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. അവർ കുട്ടിയെ പലപ്പോഴായി പീഡി പലപ്പോഴായി മർദ്ദിക്കുമായിരുന്നു. ടോർച്ച് കൊണ്ട് അടിച്ചിട്ടുണ്ട്. കൊച്ചിനെ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കുട്ടിയോട് വലിയ വൈരാഗ്യമാണ്. അത് അമ്മ ഈ പീഡനത്തിൻ്റെ വിവരം അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. കുട്ടി എന്ത് ചെയ്യാനൊക്കും? ആ കുട്ടിയെ അമ്മ കൊന്നുകളഞ്ഞു. നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെല്ലാവരും വളരെ വേദനയോടെയാണ് ആ കാര്യം മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ അതിലും വേദനപ്പെടുത്തുന്ന പുതിയ വിവരങ്ങൾ വരുന്നു. 3-3.5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചത് വീടിനുള്ളിൽ തന്നെയുള്ള ബന്ധു തന്നെ. അത് നമ്മളെ കൂടുതൽ വേദനപ്പെടുത്തുന്നു, നമ്മളെ ഞെട്ടിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നത് എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. സ്വന്തം പിതാവിൻ്റെ, കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരന്മാർ, അവരാണ് പീഡിപ്പിച്ചത്. അതിലൊരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. അയാളെ ചോദ്യം ചെയ്ത് കൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. കുറ്റം സമ്മതിച്ചിരിക്കുന്നു അയാൾ. പക്ഷേ ഇതിനകത്ത് നമുക്ക് കുട്ടിയെ ഒരു സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ പോക്സോ പറയുന്നുള്ള റേപ്പ് പോലെ ഒരെണ്ണം ചെയ്യാനുള്ള സാധ്യതകൾ ഇല്ല. മറ്റു രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു ഒഫൻസാണ്, ഒരു പീഡനമാണ് കുട്ടിയെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് തോന്നുന്നു. കാരണം കുട്ടിയുടെ പ്രൈവറ്റ് ഏരിയയിലേക്കുള്ള ഇഞ്ചുറികൾ അതൊക്കെ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ടിരിക്കുന്നു. അതിൻ്റെ എവിടെയാണ് ആ പെനിട്രേഷൻ നടന്നത് നമുക്കറിയില്ല. അറ്റംപ്റ്റ് പെനിട്രേഷൻ ആയിരിക്കാം. ഏതായാലും 376 അല്ലെങ്കിൽ പോക്സോ കേസ് വന്നിരിക്കുന്നു. മൈനറായ കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നു. പോക്സോ ഒഫൻസ് കൃത്യമായിട്ട് പോലീസ് അതിൻ്റെ അകത്തിട്ടുന്നു. അതേസമയത്ത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണെങ്കിൽ, അറ്റംപ്റ്റ് അതാണെങ്കിൽ ഒരു ലൈഫ് ഇംപ്രിസൺമെൻറ്റ് 10 വർഷം വരെ ലഭിക്കാം. അത് സെക്ഷൻ 6 അത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അസോൾട്ട് ആക്ട് 2012 പരിധിയിൽ വരുന്നതാണ്. അത് സെക്ഷൻ 6 അതനുസരിച്ച് 10 വർഷത്തെ തടവ് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റും കൊടുക്കാം. അത് കോടതി നിശ്ചയിക്കും. ഏതായാലും സെക്സ്വൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റ് മാത്രം ഉള്ള ഒരു ചെറിയ പെനിട്രേറ്റീവ് ആയിട്ടുള്ള ചെറിയ അറ്റംപ്റ്റേ ഉള്ളെങ്കിൽ 3 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ വരും. സെക്ഷൻ 7 അനുസരിച്ച് പോകും. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൻ്റെ കൃത്യത നമുക്കറിയില്ല, അതറിയാൻ കഴിയില്ല. അപ്പം അത് കോടതിയിൽ സീക്രട്ടായിട്ട് അവിടെ കോടതിയിൽ ആ ഡോക്യുമെൻ്റ് സൂക്ഷിക്കും. അത് ട്രയൽ സമയത്ത് മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. എന്തായാലും കുട്ടിയുടെ അച്ഛൻ്റെ ഒരു അനിയനെ ഇപ്പോൾ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഞടുക്കുന്ന വാർത്തകളല്ലേ, നമുക്കിത് വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തകളാണ്. അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികൾക്ക് എങ്ങും സുരക്ഷിതത്വമില്ല. പ്രത്യേകിച്ച് ഈ കുട്ടികളെ മാതാവും പിതാവും കുട്ടിയെ അത്ര കാര്യമായിട്ട് നോക്കുന്നില്ല. ഒരു അബാൻഡൻഡ് ചൈൽഡായിട്ട് നമുക്ക് മാത്രമേ കണക്കാക്കാനുള്ളൂ. ആ കുട്ടിയെ കൃത്യമായിട്ട് ആരും പരിരക്ഷിക്കുന്നില്ല. കുട്ടിയുടെ അമ്മയും അച്ഛനും ആ കുട്ടിയെ നോക്കുന്നില്ല. 3-3.5 വയസ്സുള്ള കൊച്ചേ ഉള്ളൂ. ആ പിതാക്കന്മാരും അയൽവക്കത്തുള്ളവരും ഒക്കെ തന്നെയാണ് കുട്ടിയെ കൂടുതൽ ഇടപെടുന്നത്, കുട്ടിയായിട്ട് കളിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് തന്നെ ആണ്, അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളിൽ നിന്ന് തന്നെയാണ് കുട്ടിക്ക് പീഡനം ഉണ്ടായെന്നാണ് ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ. ഒരു നെഗ്ലക്റ്റഡായ ഒരു ചൈൽഡ് എന്ന് തന്നെ പറയാം. അപ്പൻ്റെ പൂർണ്ണ സംരക്ഷണമില്ല, അമ്മയുടെ ഒട്ടും സംരക്ഷണമില്ല. കുട്ടി എന്ത് പഴച്ചു? ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. കാരണം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള അപകടം ഉണ്ടാവും. പോക്സോ കേസിനകത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി, സെക്ഷൽ ആക്ടിവിറ്റിക്ക് വിധേയമാകും. നമുക്ക് 12, 13, 14 വയസ്സിലുള്ള കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന സമയത്ത് ധാരാളം കേസുകൾ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൊച്ചുങ്ങളെ 3-3.5 വയസ്സുള്ള കൊച്ചിനെ അതിനെ പീഡിപ്പിക്കുന്നവർക്ക് കൃത്യമായിട്ട് ലൈഫ് ഇംപ്രിസൺമെൻ്റ് അല്ല, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് തന്നെ കൊടുക്കണം. ഇവന്മാരെ തൂക്കാൻ വിധിച്ചേ പറ്റുള്ളൂ. കേരളത്തിൽ ധാരാളം കുട്ടികൾ ഇതുപോലെ പീഡനം അനുഭവിക്കുന്നുണ്ട്. മരിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അതേപ്പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുന്നതും അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ മനസ്സിലാകുന്നതും. എവിടെ വേണമായാലും ശരി, കൊച്ചുകുട്ടികൾക്ക്, പ്രത്യേകിച്ച് കൊച്ചു പെൺകുട്ടികൾക്ക് അവരെയൊക്കെ പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് പലരും നടത്തും. അത് വീടിനകത്തു നിന്നാകാം, വീടിൻ്റെ അയൽവക്കത്തു നിന്നാകാം, ബന്ധുക്കളിൽ നിന്നാകാം,
അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുന്ന അവിടെ ഏതെങ്കിലും കുട്ടിയെ നഴ്സറി വിടുമ്പം അവിടെ അതിനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള മനോരോഗമുള്ള പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. സിനിമാ നടന്മാരെ 1, 2 പേരെ നമുക്കറിയാം. അവര് അവരെ നഗ്ന ദൃശ്യങ്ങൾ പലയിടത്തും കാണിക്കുന്നതൊക്കെ നമുക്കറിയാം. സമൂഹത്തിലെ ഉന്നതരായ പലരും പല പൊസിഷനിൽ ഇരിക്കുന്നവർ ഈ രീതിയിലുള്ള പ്രവൃത്തികൾ ബസ്സിലും ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പം പല പെൺകുട്ടികൾക്കും ഇതുപോലുള്ള നഗ്ന പ്രദർശനം കണ്ടിട്ടുണ്ട്. അവർ അത് പുറത്ത് പറയാതിരിക്കും. കാരണം അതൊരു കോൺട്രവേഴ്ഷ്യലാവും. പക്ഷേ ഒരു സീരിയൽ നടൻ സ്ഥിരമായിട്ട് ലേഡീസ് ഹോസ്റ്റലിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ നഗ്നത കാണിച്ച് നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സമൂഹത്തിൻ്റെ ആ മനോരോഗം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത് നമുക്ക് തടയിട്ടേ പറ്റുള്ളൂ. അത് സാംസ്കാരികമായ ഉന്നതി ഇവർക്ക് ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. അത് തന്നെയല്ല, ആ വിദ്യാഭ്യാസത്തിനൊപ്പം അവർക്ക് സാംസ്കാരികമായ അധപ്പതനം സംഭവിക്കാതിരിക്കാൻ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ചർച്ചകളും ടോക്കുകളും അവർക്കൂടെ ലഭ്യമാകുന്ന രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. അത് അങ്ങനെയുള്ള മേഖലകളിലെല്ലാം കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി സാമൂഹ്യ പ്രവർത്തകർ പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്.